ഈ പാലിയേറ്റീവ് കെയർ ആർക്ക് വേണ്ടിയാണ്? ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. കാരണം ഈ ലിസ്റ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറാവുന്നവരാണ് നമ്മൾ. വാർദ്ധക്യം വന്നത് ആർക്കും ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ 90% എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ വരാം. അപ്പോൾ നമുക്ക് വേണ്ടത് പാലിയേറ്റീവ് കെയർ ആണ്. ആ പാലിയേറ്റീവ് കെയർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിൽ പരിചരണത്തിൽ പ്രാപ്തമായ ഒരു ടീം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല പരിചരണം കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. ഇങ്ങനെ കടന്നുപോയാൽ മലവും മൂത്രവുമായി കടന്നു പോകില്ലെന്ന് ഉറപ്പുള്ള എത്ര ആളുകളുണ്ട്? ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ല. വേദനിക്കുന്ന അസുഖങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള നാഡീരോഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വേദന അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? ഒറ്റപ്പെടൽ അനുഭവിക്കില്ലെന്ന് പറയുന്ന എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? ഇന്നലെ എൻ്റെ ഭർത്താവ് നൽകിയിരുന്ന സ്നേഹവും പരിഗണനയും പരിലാളനവും വർഷങ്ങളോളം കിടന്നുപോയാൽ നാളെയും കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? വനിതകൾ. ഞാൻ കിടന്നുപോയാൽ എൻ്റെ ഭാര്യ ഇന്നലെ വരെ എനിക്ക് തന്നിരുന്ന സ്നേഹവും പരിഗണനയും പരിലാളനവും ഒക്കെ നാളെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇവിടെ ഇരിക്കുന്നവരിലുണ്ട്? അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ വേണ്ട. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്നത് വേറെ ആർക്കും വേണ്ടിയുള്ള സംവിധാനമല്ല, എനിക്ക് വേണ്ടിയുള്ള, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പടുത്തുയർത്തുന്ന ഒരു സംവിധാനമാണ്.